തുടങ്ങാം അല്ലേ? നിങ്ങളുടെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും പുതിയ വിശേഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വൈറൽ കുട്ടികളാണ്. ആൾക്കാരെല്ലാവരും നിങ്ങൾ അങ്ങനെയാണ് ഇപ്പൊ അല്ലേ? അതായത് നിങ്ങൾ ഒരാൾ പാടി, ഒരാൾ ഡാൻസ് ചെയ്തു, അങ്ങനെ അത് ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു, അങ്ങനെ വൈറൽ താരങ്ങളായിട്ട്. അതുകൊണ്ടാണ് നമുക്ക് ആദ്യം തന്നെ ആ വിശേഷം അറിയണമെന്നൊരു ആഗ്രഹം വന്നത്. സോ പറയൂ, എങ്ങനെയാണ് അതിന്റെ ഒരു പ്രൊസീജിയർ എങ്ങനെയായിരിക്കും തുടക്കം മുതലുള്ളത്? കുറേ കവേഴ്സും അല്ലാതെയുള്ള ഡിവോഷണൽ ആൽബംസും അങ്ങനെ കുറേ ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയൊരു ക്ലാസിക്കൽ ഒരു കൃതി ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടായി. ജനകീയമായിട്ടുള്ളൊരു കൃതി എടുക്കണം എന്ന് തോന്നി. അങ്ങനെയാണ് ജഗദോദ്ധാരണ എന്നുള്ള ഒരു കീർത്തനം സെലക്ട് ചെയ്യാൻ തന്നെ കാരണം. അപ്പോൾ അത് പ്ലാൻ ചെയ്തു, അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു, പാടി, ഓരോ ഇൻസ്ട്രുമെൻസായി വായിച്ചു. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി, പാട്ടിൻ്റെ സൈഡ് കംപ്ലീറ്റ് ആയപ്പോൾ എനിക്ക് തോന്നിയത് അതൊരു ഡാൻസ് രൂപത്തിൽ പ്രസൻറ്റ് ചെയ്താലായിരിക്കും കുറച്ചുകൂടി ഭംഗി. അതെ അതെ, കുറച്ചുകൂടി ഭംഗി ഉണ്ടാവാൻ തോന്നി. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഒട്ടും അധികം ആലോചിക്കേണ്ടി വന്നില്ല. കാരണം ആര്യയും ഞാനും ഒത്തിരി പണ്ടേയുള്ള ഒരു സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കാണുന്ന അത്തരം ഒരു ബന്ധമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ആര്യയെ എനിക്കറിയാം, എനിക്ക് ആര്യയെ അറിയാം. നമ്മൾ കുട്ടിക്കാലം തൊട്ടേ ഒരുമിച്ച് പാട്ട് ക്ലാസ്സിൽ കണ്ടിട്ടുണ്ട്. അതെ, പിന്നീട് ഒരു ചാനലിൽ ആങ്കർ ആയിട്ട് ആര്യ കുറേ കാലം, ഞാനും അതേ ചാനലിൽ ആങ്കർ ആയിരുന്നു. അങ്ങനെയൊക്കെ ഒത്തിരി നാളത്തെ പരിചയമുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ആര്യയെ കോണ്ടാക്ട് ചെയ്യുന്നത്. ബാക്കി ആര്യ എന്റെ കോണ്ടാക്ട് ചെയ്തു. അതിനുശേഷം ആര്യക്ക് എങ്ങനെയാണ് ഫസ്റ്റ് നീ എസ് പറഞ്ഞോ, അതേ കുറെ കൺഫ്യൂഷൻസ് ഇങ്ങനെ മിന്നി മറയുന്നുണ്ടായിരുന്നോ? ഞാൻ അധികം ഈ സോഷ്യൽ മീഡിയയിലൊന്നും ആക്റ്റീവ് അല്ല. അധികം നല്ല, ഒട്ടും ആക്റ്റീവ് അല്ല, തീരെ ആക്റ്റീവ് അല്ല. ഞാനിങ്ങനെ വെറുതെ ഫേസ്ബുക്ക് നോക്കിയപ്പോൾ അഖിലയുടെ ഒരു മെസ്സേജ്, ഹായ് ആര്യ, ഫോൺ നമ്പർ തരാമോ എന്ന് വന്നു. അപ്പോൾ ഞാൻ അഖിലയാണല്ലോ എന്ന് ചോദിച്ചാൽ ഫോൺ നമ്പർ ഷെയർ ചെയ്തു. അങ്ങനെ അഖില എന്നോട് പറഞ്ഞു, അഖിലയ്ക്ക് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്, ഒരു സോങ് ഇങ്ങനെ ചെയ്യുന്നു, ഇന്ന സോങ് ആണ്, കുറച്ചൊരു സെമി ക്ലാസിക്കൽ ഒരു അതിൻ്റെ ഒരു വേർഷൻ ചെയ്യാമോ എന്നിങ്ങനെ ചോദിച്ചു. ഞാൻ അത്രയ്ക്കൊന്നും ആലോചിച്ചില്ല. ഞാൻ പറഞ്ഞാൽ ശരി, ഞാൻ ഒത്തിരി നാളായി ഇങ്ങനെ ഇതിലൊക്കെ ചെയ്തിട്ട് കുറേ ഒരു ബ്രേക്ക് വന്നിരുന്നു. അപ്പോൾ ഞാൻ എങ്ങനെയാണ് എന്നുള്ളത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അഖില റെക്കോർഡ് ചെയ്ത സോങ് അയച്ചു തന്നു, റഫാണ് അയച്ചു തന്നത്. അപ്പം ഇതിനൊരു കോറിയോഗ്രാഫി ചെയ്ത് നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ആര്യ തന്നെയാണ് കൊറിയോ ചെയ്തത്? അതെ അതെ അതെ. പിന്നീട് പക്ഷെ അതിനൊരു ബ്രേക്ക് വന്നു. പിന്നെ കോവിഡ് വന്നപ്പോൾ വിചാരിച്ചതുപോലെ അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ബ്രേക്കായി. കുറെ നാൾ കഴിഞ്ഞ് പിന്നെയും ചോദിച്ചു, അഖില നമുക്കത് ചെയ്യണ്ടേ മെസ്സേജ് തിരിച്ച് അങ്ങോട്ട് അയച്ചു. ആര്യക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആയി. ആയിരിക്കും കൂടുതൽ ഒരു സന്തോഷമല്ലേ വലിയൊരു ബ്രേക്കിന് ശേഷം അങ്ങനെ. അതായത് ഒരു എന്താണ്, ഒരു ചാനൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു പബ്ലിക് മീഡിയയിൽ നിന്ന് കുറച്ച് നാളൊരു ബ്രേക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം വന്നപ്പോൾ ഒത്തിരി പേരിങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കും തോന്നി ആൾക്കാർ ഇപ്പോഴും എന്നെ ഓർക്കുന്നു. അതെ, അതിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ആൾക്കാർ ഓർക്കുന്നത് വെച്ചാൽ ഇപ്പോഴും എനിക്ക് തോന്നുന്നു സ്ഫടികം എന്ന് പറയുന്ന സിനിമയിലെ കഥാപാത്രം ആരും അങ്ങനെ മറക്കില്ല അല്ലേ? എന്നോട് തന്നെ ഒത്തിരി പേര് ചോദിച്ചു, അയ്യോ സ്ഫടികത്തിലെ തുളസി തുളസി അല്ലേ എന്ന് ഒത്തിരി പേര് എന്നോട് ചോദിച്ചു. അതൊരു ഭാഗ്യമാണ്. കാരണം ആ സമയത്ത് എനിക്ക് തോന്നുന്നു അന്ന് ഞാൻ 7th സ്റ്റാൻഡേർഡ് ആ ഒരു സമയമാണെന്ന് തോന്നുന്നു. ആ സമയത്താണ്. അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞാണ് സിനിമ റിലീസ് ചെയ്തത്. പക്ഷെ അന്ന് കിട്ടിയതിനേക്കാൾ ഒരു സന്തോഷം ഇപ്പോഴാണെന്ന് തോന്നുന്നത്. കാരണം ഇപ്പൊ വീണ്ടും ആ പഴയ കാലം ഓർത്ത ആൾക്കാർ ചോദിക്കും സ്ഫടികത്തിലെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ കുറച്ചുകൂടി അതെ അതെ ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂതി സമയമാമൃതത്തിലെ മധുരമണിനാദം മാടി വിളിക്കുന്നു. ഈ പാട്ടുകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ഇപ്പോഴാണെങ്കിലും അതിങ്ങനെ യൂട്യൂബിലും ടിവിയിലും ഒക്കെ വരുമല്ലോ, പിന്നെ ആൾക്കാർ പറയും അപ്പൊ എപ്പോഴെങ്കിലും സിനിമയിലേക്ക് ഇനി തിരിച്ചു വരണം, അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? പ്ലാനിങ് 2022 അങ്ങനെ നല്ലൊരു റോള് കിട്ടുവാണെങ്കിൽ ചെയ്യും, അല്ലാതെ അതിന് നോ എന്നൊരു അങ്ങനെയൊന്നുമില്ല. പാട്ടിന്റെ കാര്യം പറഞ്ഞു, ആങ്കറിങ്ങിന്റെ കാര്യം പറഞ്ഞു, അതിന്റെ ഇടയിൽ ഡബിങ്ങും ചെയ്തിട്ടുണ്ടല്ലേ സിനിമയില്? അതെനിക്കറിയില്ലായിരുന്നു. കൊച്ചു കള്ളി, അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ട്. ഞാൻ ബാലചന്ദ്ര മേനോൻ സാറിനെ ഞാൻ ഒരു പ്രോഗ്രാമിന് പരിചയപ്പെട്ടു. അതൊരു മ്യൂസിക് ഷോയിലാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ ഫോണിലൂടെ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, അഖിലയുടെ വോയിസ് ഡബ് ചെയ്യാൻ നല്ലതായിരിക്കും, അതൊന്ന് ട്രൈ ചെയ്തുകൂടെയും ചോദിച്ചു. അങ്ങനെ അദ്ദേഹം പറഞ്ഞത് ആ ഒരു
ഇതിലാണ് ഞാൻ ഡബ്ബിങ്ങിലേക്ക് കുറച്ച് കാലം, ഒരു 15 വർഷം മുമ്പുള്ള കാര്യമാണ്. അന്ന് ഒത്തിരി കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറൊക്കെ ഡബ് ചെയ്തിരുന്നു. കുറച്ച് വളരെ കുറച്ച് കാലം ഡബ് ചെയ്തു. പിന്നെ ഇത്രയും വർഷത്തിന് ശേഷം ഞാൻ ജോസഫിൽ മാധുരി എന്ന് പറഞ്ഞ ക്യാരക്ടർ ആർട്ടിസ്റ്റിന് വേണ്ടിയിട്ട് ഡബ് ചെയ്തു. അതിൽ ഞാനൊരു പാട്ടും പാടിയിരുന്നു. അപ്പോൾ ജോജു ചേട്ടൻ എനിക്ക് ഈ ഒരു ക്യാരക്ടർ ഡബ് ചെയ്യാൻ എന്നെ വിളിച്ചു. അങ്ങനെ ഞാൻ ആ മാധുരിക്ക് വേണ്ടിയിട്ട് ഡബ് ചെയ്തു. പാട്ട് പാടിയതറിയാം, പക്ഷെ ഡബിങ് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ജോസഫിന്റെ കാര്യം പറഞ്ഞപ്പോ ജോസഫിലെ പാട്ട് നമുക്ക് എന്തായാലും ഒന്ന് കേട്ട് കളയാം. കരിനീല കണ്ണുള്ള പെണ്ണ്, മഴവില്ലിൻ ചിറകുള്ള പെണ്ണ്, കവിളിലോ കാക്കപ്പൂവിൻ മറുകുമായി വന്നോള്, കരിമുകിൽ ചേലായി മിന്നും മുടിമെടഞ്ഞിട്ടോള്, കണ്ണിനാൽ നെഞ്ചിനകത്തായി അന്നൊരിക്കലമ്പു നെയ്തതെന്താണ്, കണ്ണിനാൽ നെഞ്ചിനകത്തായി അന്നൊരിക്കലമ്പു നെയ്തതെന്താണ്, കരിനീല കണ്ണുള്ള പെണ്ണ്, മഴവില്ലിൻ ചിറകുള്ള പെണ്ണ്. ജോസഫ് എന്ന സിനിമയും ഈ പാട്ടും ഒക്കെ നമ്മൾ മലയാളി പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടും സിനിമയൊക്കെയാണ്. അപ്പൊ എന്തായാലും താങ്ക് യു ഞങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം ആ പാട്ട് പാടി തന്നേന്.